വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കയ്യിൽ പച്ചക്കറി ഇല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. അവൻ അതെല്ലാം വാങ്ങി തിരികെ വീട്ടിലേക്ക് ചെന്നു. അവിടേക്ക് കാലെടുത്ത് വെച്ച ഉടനെ അവൻ്റെ മുഖത്തെ ശാന്തമായ സംതൃപ്തി മങ്ങി. അകത്ത് ഒരു തർക്കം ഇതിനകം തന്നെ സജീവമായിരുന്നു. ഗീത അവനെ കാത്തിരിക്കുകയായിരുന്നു. ആദിത്യനകത്തേക്ക് കടന്ന നിമിഷം അവർ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പരിഹാസത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ആഹാ, മഹാരാജൻ എഴുന്നള്ളിയോ? ഇത്രയും സമയമായിട്ടും കാണാതായപ്പോ നീ മറ്റൊരു രാജ്യത്തേക്ക് പച്ചക്കറി വാങ്ങാൻ പോയിരിക്കുമെന്ന് ഞങ്ങൾ കരുതി. അത് അമ്മേ, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആദിത്യൻ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. ഗീത പൊട്ടിത്തെറിച്ചു. മിണ്ടരുത്! ഇന്ന് വീണ്ടും നീ കാരണം എൻ്റെ മകൾക്ക് നാണക്കേട് കൊണ്ട് തല ഉനിക്കേണ്ടി വന്നു. ഇത് ഏത് മുൻജന്മത്തിലെ ശാപമാണെന്ന് എനിക്കറിയില്ല. ആവണി, നീ എത്രയും പെട്ടെന്ന് ഈ നിൽക്കുന്നവനെ ഒന്ന് ഡിവോഴ്സ് ചെയ്യോ? എല്ലാം കൂടെ കേട്ട് ആവണിക്ക് തല പെരിക്കുന്നത് പോലെ തോന്നി. ഒരു ദിവസത്തിൽ നടക്കാവുന്നതിലും കൂടുതൽ അപമാനവും അതേ തുടർന്നുള്ള തർക്കങ്ങളുമൊക്കെ അവളെ വല്ലാതെ തളർത്തിയിരുന്നു. അമ്മേ പ്ലീസ്, ആവണി ക്ഷീണത്തോടെ പറഞ്ഞു. വീണ്ടും തുടങ്ങല്ലേ. ഇന്നുണ്ടായതൊന്നും ആദിത്യന്റെ തെറ്റല്ല. ഡിവോഴ്സ് എന്ന വാക്ക് എല്ലാ ദിവസവും കേട്ട് എനിക്ക് മടുത്തു. ആവണി ആ പറഞ്ഞത് കേട്ട് ഗീതയുടെ മുഖഭാവം മാറി. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവൻ എന്റെ മുമ്പിൽ വരുമ്പോഴെല്ലാം എനിക്ക് ആകെ അസ്വസ്ഥതയാണ്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ. ദൈവമേ, എത്ര സൗഭാഗ്യത്തിൽ കഴിയേണ്ട കുട്ടിയാ എന്റെ മോള്. ഇവൻ കെട്ടിയ താലി എന്ന് നിന്റെ കഴുത്തിൽ വീണോ അന്ന് തുടങ്ങിയ ദുരിതമല്ലേ. ഇതൊക്കെ കാണുമ്പോൾ പെറ്റ വയറും സഹിക്കുവോ? ദൈവമേ, ഇതൊന്നും എത്ര പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിന് മനസ്സിലാവുന്നില്ലല്ലോ. ഈയിടെയായിട്ട് ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് പിടിക്കില്ല. എത്ര നല്ല ആൺകുട്ടികൾ നിനക്ക് വേണ്ടി പിന്നാലെ നടക്കുന്നുണ്ട്. നീ ഒന്ന് ഓർത്തു നോക്കിയേ മോളെ. ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? അതും പറഞ്ഞ് ഗീത തേങ്ങി കരയാൻ തുടങ്ങി. അവരുടെ നാടകത്തിൽ ആവണി വീണു. അവൾ ആകെ മനസ്സരിഞ്ഞ് അവരുടെ അരികിലിരുന്നു. അവരെ ആശ്വസിപ്പിക്കാനായി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എങ്കിലും അവരാ പറഞ്ഞതിനൊന്നും അപ്പോൾ അവൾ മറുപടി പറഞ്ഞില്ല. ഈ കരച്ചിലും നാടകീയതയും ഒന്നും അവൾക്ക് പുതിയ കാര്യമല്ല. ഗീത എല്ലാ ദിവസവും ഇതുപോലെ വൈകാരികമായി ആവണിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ട്. ആവണി അപ്പോൾ ആദിത്യനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു. ആദിത്യ, പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഭക്ഷണം ശരിക്കുണ്ടാക്കണം. കരച്ചിലിനിടയിലും ഗീത രൂക്ഷമായി കൂട്ടിച്ചേർത്തു. സിങ്കിലൊരു വൃത്തികെട്ട പാത്രം പോലും ഉണ്ടാകരുത്. ശരിയമ്മേ, ആദിത്യൻ മെല്ലെ മറുപടി പറഞ്ഞു. അവൻ ഉടനെ അടുക്കളയിലേക്ക് പോയി. പക്ഷേ ഗീതയുടെ ദേഷ്യം അപ്പോഴും കത്തി നിൽക്കുകയായിരുന്നു. അവരുടെ കവിളിലൂടെ അപ്പോഴും കണ്ണുനീർ ഒഴുകി. ആവണി അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മേ മതി, ഇനി കരയല്ലേ. ഗീത വിറയ്ക്കുന്ന ശബ്ദത്തോടെ പിന്നെയും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മോളെ, നിനക്കെന്താ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? ഇനിയും വൈകിട്ടില്ല. നിന്റെ ഈ തീരുമാനത്തിൽ പിന്നീട് നീ ഖേദിക്കും. അതുകൊണ്ട് നീ ഇന്ന് തന്നെ അവനെ ഡിവോഴ്സ് ചെയ്യേ. നീ മാത്രമല്ല, നമ്മളെല്ലാവരും രക്ഷപ്പെടും. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ അമ്മ ഈ പറയുന്നേ. അമ്മേ, അമ്മയ്ക്ക് എന്നോട് വേറെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ ആദ്യം തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നില്ല. ആവണി ഒരു മടിയും കൂടാതെ മറുപടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആദിത്യൻ സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കി ആവണിയുടെ മുറിയിലേക്ക് നടന്നു. അവൾ അവനെ ഡിവോഴ്സ് ചെയ്യാൻ മടി കാണിച്ചെങ്കിലും ജ്വല്ലറി ഷോപ്പിൽ വെച്ചുണ്ടായ അപമാനം ഇപ്പോഴും അവളുടെ മനസ്സിലൊരു ഭാരമായി നിന്നിരുന്നു. അവൻ അകത്ത് കയറി ഉടനെ പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച് അവളെ നോക്കി. അവണി, അവൻ നിശബ്ദമായി വിളിച്ചു. വിവാഹത്തിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റിനെ പറ്റിയാണെങ്കിൽ ഒരുപാട് ആലോചിച്ച് വിഷമിക്കണ്ട. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കാം. ആദിത്യന്റെ ശബ്ദം കേട്ട് ആവണി തിരിഞ്ഞു നോക്കി. നിനക്കെന്ത് ചെയ്യാൻ കഴിയും? ഇനി നീ ഒന്നും ചെയ്യണ്ട. ഈ ബെഡ് എടുത്ത് താഴെ വിരിച്ചുറങ്ങിക്കോ. മുഖത്തുള്ള നിരാശയ്ക്ക് യാതൊരു മാറ്റവുമില്ലാതെ അവൾ പറഞ്ഞു. നല്ല ഗിഫ്റ്റ് വാങ്ങാൻ കഴിയാത്തതിന്റെ വേദന അവളുടെ സ്വരത്തിൽ വ്യക്തമായിരുന്നു. പക്ഷേ ആദിത്യൻ അവൾക്ക് വേണ്ടി നിരവധി ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് അവൾക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം അവളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഗിഫ്റ്റുകൾ. പിറ്റേന്ന് രാവിലെ എല്ലാവരും തയ്യാറായി അമ്പാട്ട് കുടുംബത്തിലേക്ക് പോയി. ഇന്നായിരുന്നു വേദികയുടെ പാർട്ടി. ആവണി മനോഹരമായ ഒരു നീല ഗൗണാണ് ധരിച്ചിരുന്നത്. അത് അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. കാർ ഓടിക്കുമ്പോൾ ആദിത്യൻ കണ്ണാടിയിലൂടെ അവളെ ഇടയ്ക്കിടെ നോക്കിപ്പോയി. താമസിയാതെ അമ്പാട്ട് വീടിന് പുറത്ത് കാർ പാർക്ക് ചെയ്തു. ഗീതയും ജയരാജും പുറത്തേക്കിറങ്ങി. ചുറ്റുമുള്ളവരുടെ തിളക്കത്തിലും ഗ്ലാമറിലും അവരുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. പുറത്ത് നിരന്നിരിക്കുന്ന വില കൂടിയ കാറുകളും ആഡംബര അലങ്കാരങ്ങളും കണ്ടപ്പോൾ അമ്പാട്ട് കുടുംബം മുഴുവൻ പാർട്ടിക്ക് ഒത്തുകൂടിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെല്ലാം വില കൂടിയ ഗിഫ്റ്റുകളും കൊണ്ടാവും വന്നിരിക്കുന്നത്. കയ്യിലുള്ള 60,000 രൂപയുടെ നെക്ലേസിലേക്ക് നോക്കിയപ്പോൾ ജയരാജിന്റെ മുഖം വിളറി. താമസിയാതെ അവർ ആ വലിയ വീട്ടിലേക്ക് കയറി. പെട്ടെന്ന് ആളുകൾ അവരുടെ നേരെ തിരിഞ്ഞു. ചിലർ ആദിത്യനെ പരസ്യമായി പരിഹസിച്ചു. മറ്റുള്ളവർ അവനെ കണ്ട നിമിഷം മുഖം തിരിച്ചു. ഗീതയും ജയരാജും നേരെ ഗായത്രി ദേവിയുടെ മുറിയിലേക്ക് പോയി. അവിടെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം സൂക്ഷിച്ചിരുന്നു. അവർ പോയ ഉടനെ ആവണിയും ആദിത്യന്റെ അടുത്തു നിന്ന് മാറി. അവനെ പിന്തുടരുന്ന ഗോസിപ്പ് കണ്ണുകളും സംസാരങ്ങളും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആവണി നേരെ ബാത്റൂമിലേക്കാണ് പോയത്. അവൾ അവിടെ നിന്ന് പുറത്തു വന്നപ്പോഴും പുറത്തു തന്നെ കാത്തിരിക്കുന്ന ആദിത്യനെ അവൾ കണ്ടു. അവൾ അവനെ ശ്രദ്ധിക്കാത്തതുപോലെ അവനെ മറികടന്ന് നേരെ ഗായത്രി ദേവിയുടെ മുറിയിലേക്ക് നടന്നു. അവന്റെ അരികിൽ നിന്നുകൊണ്ട് കൂടുതൽ കുത്തുവാക്കുകളും മുറുമുറുപ്പും ക്ഷണിച്ചു വരുത്താൻ അവൾ ആഗ്രഹിച്ചില്ല. പക്ഷേ അവൾ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം അകത്തുനിന്ന് മുഴങ്ങി. എന്താണ് നീ കൊണ്ടുവന്നത്? കുറഞ്ഞത് 5 ലക്ഷമെങ്കിലും വിലയുള്ള ഒരു നെക്ലേസ് കൊണ്ടുവരണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ?
എന്നിട്ട് ഇതെന്താണ് നീ കൊണ്ടുവന്നത്? നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നിന്റെ ആ മരുമകനോട് ജോലിക്ക് പോകാൻ പറഞ്ഞാൽ പോരെ? അവൻ ദിവസം മുഴുവൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, വെറുതെ ഭക്ഷണം കഴിക്കുന്നു. അവനെ കൊണ്ട് എന്തിനു കൊള്ളാം? മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് ആവണി ആകെ മരവിച്ചു പോയി. പിന്നെ സ്വയം നിയന്ത്രിക്കാനാകാതെ അകത്തേക്ക് കയറി. മുത്തശ്ശി, അമ്മ ഇത്രയധികം വഴക്ക് പറയാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആവണിയുടെ ചോദ്യം കേട്ട ഗായത്രി ദേവി അവളുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അവർ കൊണ്ടുവന്ന ജ്വല്ലറി ബോക്സ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അവരുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. എന്റെ മുന്നിൽ ഇങ്ങനെ ശബ്ദമുയർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇന്ന് വേദികയുടെ വിവാഹ നിശ്ചയമാണ്, അതും നഗരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കുടുംബത്തിലെ ഒരാളുമായി. നിന്റെ അച്ഛൻ എന്ത് സമ്മാനമാണ് തന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? ഈ ദ്രവിച്ച മാലാണ് ഇവൻ കൊണ്ടുവന്നതെന്നോ? അവനും അമ്പാട്ട് കുടുംബത്തെ അംഗമല്ലേ? നിലത്ത് കിടക്കുന്ന പെട്ടിയിലേക്ക് അവർ വിരൽ ചൂണ്ടി. അപ്പോൾ അവിടേക്ക് ഗായത്രിയുടെ മറ്റൊരു മകൻ പ്രകാശ് കടന്നു വന്നു. അയാളുടെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞു. ഇതെന്താ? ഇതാണോ സമ്മാനം? നിങ്ങളിത് പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണോ? നിങ്ങളുടെ കാര്യം പോട്ടെ, വേദികയുടെ സ്റ്റാറ്റസിനെ പറ്റിയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു. അവൾ നാളെ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത്ര വില കുറഞ്ഞ മാലയൊക്കെ ഇട്ട് പോയാ അവിടെയുള്ളവർ അവളെ എങ്ങനെ പരിഹസിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആവണി പെട്ടെന്നിടപെട്ടു. ഇളയച്ച, നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം പണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിലയേറിയ ഒരു കാറൊക്കെ സമ്മാനമായി കൊടുക്കാം. എന്തായാലും ഈ പണം മുത്തച്ഛൻ്റെ അല്ലേ, അല്ലാതെ നിങ്ങൾ സമ്പാദിച്ചൊന്നും അല്ലല്ലോ. അച്ഛൻ ഇവിടെ നിന്ന് പോയപ്പോ മുത്തശ്ശി സ്വത്തിൽ നിന്ന് ഒന്നും നൽകിയില്ലല്ലോ. അതുകൊണ്ട് അതും കൂടെ നിങ്ങൾക്കെല്ലാം കിട്ടി. ആവണിയുടെ ഉള്ളിലെ ദേഷ്യമെല്ലാം പുറത്തേക്ക് വന്നു. ഗായത്രി ദേവിയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നീ എന്തായി പറഞ്ഞത്? എന്റെ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്വത്ത് സൂക്ഷിച്ചതെന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതെ, നിങ്ങൾ നന്നായിട്ട് വിവേചനം കാണിക്കുന്നുണ്ട്. ആവണി ഒട്ടും പതറാതെ പറഞ്ഞു. എന്റെ വാക്കുകളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സ്വയം ഒന്ന് നോക്കിയാൽ മതി. അച്ഛന് ലഭിക്കേണ്ട ഷെയറാണ് മറ്റുള്ളവരോട് ആസ്വദിക്കുന്നത്. അമ്മേ, അതൊക്കെ വിട്ടേക്കൂ. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അതിനിടയിൽ ഇതുപോലുള്ള ആളുകളുടെ കൂടെ സംസാരിച്ച് വെറുതെ മൂഡ് കളയണോ? എന്റെ കൂടെ വരൂ, നമുക്ക് താഴേക്ക് പോവാം. വേദികയും ഞാൻ താഴേക്ക് വിളിച്ചിട്ടുണ്ട്, പ്രകാശ് പെട്ടെന്ന് പറഞ്ഞു. ഗായത്രി ദേവിയുടെ മുഖം ആകെ ചുവന്നിരുന്നു. അവൻ മുറി വിടാൻ വേണ്ടി തിരിഞ്ഞു. പക്ഷേ പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരികെ നടന്നു. എന്നിട്ട് ആവണിയുടെ തോളിൽ കൈവച്ചു. ഈ കാര്യം ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് കരുതണ്ട. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാം. അതെങ്ങനെയാണെന്ന് നീ കണ്ടോ. അതും പറഞ്ഞ് അവർ മുറിയിൽ നിന്നിറങ്ങി. മുത്തശ്ശിയുടെ മറുപടി കേട്ടപ്പോൾ ആവണിയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ആരോടും ഒരു വാക്കുപോലും പറയാതെ അവൾ നിശബ്ദമായി ആ മുറിക്ക് പുറത്തുപോയി. ആദിത്യനും അവളുടെ പിന്നാലെ നടന്നു. സങ്കടം ഉള്ളിലൊതുക്കി അവിടെ നിന്ന് പോകുന്ന അവളിൽ നിന്നും ആദിത്യന് കണ്ണുകളെടുക്കാനായില്ല. അതേസമയം പുറത്ത് കാർ വരുന്നതായി ശബ്ദം കേട്ടതും വേദികയുടെ മുഖം പ്രകാശിച്ചു. അവൾ വളരെ ആവേശത്തോടെ അത് കാണാൻ വേണ്ടി പുറത്തേക്ക് തിടുക്കപ്പെട്ട് ഓടി. കറുത്ത നിറത്തിലുള്ള അത്യാഡംബര കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അവൾക്കരികിൽ വന്നു നിന്നുകൊണ്ട് പ്രകാശ് അഭിമാനം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, കാർ എങ്ങനെയുണ്ട് മോളെ? നിനക്കിഷ്ടപ്പെട്ടോ? വാവ് അങ്കിൾ, ലുക്ക് അറ്റ് ഇറ്റ്, ഷീസ് എ ബ്യൂട്ടി, നോ ഡൗട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടമായി. വേദിക ആകെ ആവേശത്തിലായിരുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ പിന്നെയും അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അങ്കിളെ, ഇത് ലിമിറ്റഡ് എഡിഷൻ മോഡലല്ലേ? സാധാരണത്തേക്കാൾ കോസ്റ്റ് കൂടില്ലേ? പ്രകാശ് ഉത്തരം പറയുന്നതിന് മുമ്പ് ആവണിയും ആദിത്യനും അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് അയാൾ കണ്ടു. അവരെ കണ്ടതും അയാൾ ഒന്നുകൂടെ തലയുയർത്തി നിന്നു. അവർ കേൾക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെയായിരുന്നു പിന്നെ അയാൾ നിന്നത്. അതെ, ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് മോളെ. അയാളുടെ സ്വരത്തിൽ ഒരു അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ നിന്റെ വിവാഹത്തിന് ഞാൻ എന്തെങ്കിലും തരുമ്പോൾ അതൊട്ടും കുറയാൻ പാടില്ലല്ലോ. വിലയിലൊക്കെ എന്തിരിക്കുന്നു? ഇത് വെറും 2 കോടിയേ ഉള്ളൂ. ഇത് കമ്പനിയുടെ റെയർ സ്പോർട്സ് കളക്ഷൻ എന്നുള്ളതാ. ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ബുക്ക് ചെയ്തതാ. 2 കോടി എന്ന വില അയാളുടെ വായിൽ നിന്ന് പുറത്തു വന്ന നിമിഷം സമീപത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു അമ്പരപ്പുണ്ടായി. ഞെട്ടലോടെ അവർ ആ കാറിലേക്ക് നോക്കി. തിളങ്ങുന്ന ആ ബ്ലാക്ക് കാറിനെ ചുറ്റി നടന്ന് വേദിക അതിന്റെ ഓരോ ഫീച്ചേഴ്സും പരിശോധിച്ചു. തലസ്ഥാനത്തെ തെരുവുകളിൽ അവൾ മുമ്പൊരിക്കലും ഇതുപോലൊരു കാർ കണ്ടിട്ടില്ലായിരുന്നു.